നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. IFFHS 2023 മികച്ച കോൺമെബോൾ ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തി, അവിടുത്തെ ക്ലബിന് കളിക്കുന്നവരുണ്ടാവും, അവിടുത്തെ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബെസ്റ്റ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു. IFFHS മെൻസ് കോൺമെബോൾ ടീം 2023. ഈ ഒരു 11 പ്രത്യേകത എന്ന് പറയുന്നത് 6 അർജന്റീനക്കാരാണ്. 11 പേരിൽ 6 പേരും അർജന്റീനക്കാർ. വലിയ ആധിപത്യമാണ്. അതേസമയം ബ്രസീലിൽ നിന്ന് 2 പേരേ ഉള്ളൂ. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണെന്ന്. ഗോൾ കീപ്പറായിട്ട് ബ്രസീലുകാരൻ എഡേഴ്സൺ മോറസ് ആണ്. 3 ഡിഫൻഡർമാരാണുള്ളത്. ഉറുഗ്വായുടെ റൊണാൾഡോ അറൗഹോ, അർജന്റീനയുടെ ക്രിസ്ത്യൻ റൊമേറോ, അർജന്റീനയുടെ നിക്കുളാസ് ഓട്ടാമെൻഡി. മധ്യനിരയിലും 3 പേരാണ്. ഉറുഗ്വായുടെ ഫെഡെ വാൽവർദെ, അർജന്റീനയുടെ അലക്സിസ് മാക്കലിസ്റ്റർ, അർജന്റീനയുടെ ലിയോ മെസ്സി. മുന്നേറ്റത്തിൽ 4 പേരുണ്ട്. ബ്രസീലിന്റെ വിനി ജൂനിയർ, അർജന്റീനയുടെ ലൗട്രോ മാർട്ടിനസ്, അർജന്റീനയുടെ ജർമൻ കാനോ. അദ്ദേഹം ദേശീയ ടീമിലില്ല, പക്ഷേ ക്ലബിന് വേണ്ടി അദ്ദേഹം ഫ്ലുമിനൻസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന നമ്മൾ കാണുന്നു. അപ്പോൾ അദ്ദേഹം സ്ക്വാഡിലുണ്ട്. പിന്നെ ഉറുഗ്വായുടെ ഡാർവിൻ ന്യൂനസ്. ഇതാണ് 11. ഈ 11ൽ നോക്കുക, ബ്രസീലിൽ നിന്ന് 2 പേരേ ഉള്ളൂ. അതായത് ഗോൾ കീപ്പർ എഡേഴ്സൺ മോറസും മുന്നേറ്റത്തിൽ കളിക്കുന്ന വിനി ജൂനിയറും. ഇനി അർജന്റീനയിൽ നിന്നാണെങ്കിലോ 6 പേരുണ്ട്. ക്രിസ്ത്യൻ റൊമേറോ, നിക്കുളാസ് ഓട്ടാമെൻഡി എന്നിവർ ഡിഫൻസിൽ. അതുപോലെ തന്നെ അലക്സിസ് മാക്കലിസ്റ്റർ, ലിയോ മെസ്സി എന്നിവർ മധ്യനിരയിൽ. മുന്നേറ്റത്തിലാവട്ടെ ലൗട്രോ മാർട്ടിനസും പിന്നെ ജർമൻ കാനോയുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഉറുഗ്വായുടെ താരങ്ങൾ നോക്കുക, റൊണാൾഡോ അറൗഹോ, അതുപോലെ തന്നെ ഫെഡെ വാൽവർദെ, ഒപ്പം ഡാർവിൻ ന്യൂനസ്. അങ്ങനെ 3 പേര് ഉറുഗ്വായിൽ നിന്ന് ഉൾപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.